ഒന്നാമത്തെ കാര്യം, നിയമസഭ നടപടിക്രമങ്ങളുടെ ഒരു ലിസ്റ്റ് നിയമസഭ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് മേശപ്പുറത്ത് വയ്ക്കുന്ന ഒരു കടലാസ് എന്ന ഐറ്റത്തിലാണ് ഞാൻ ഈ ധവളപത്രം മേശപ്പുറത്ത് വെച്ചത്. അത് വയ്ക്കുക എന്നത് സ്പീക്കറുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അത് വെച്ചതിന് ശേഷമാണ് അതിനുശേഷമുള്ള എന്തെങ്കിലും ഒബ്ജക്ഷൻ 303 എന്തെങ്കിലും അവതരിപ്പിക്കുന്നത്, അല്ലാതെ വെക്കുന്നതിന് മുമ്പല്ല. അത് നിയമസഭാ നടപടിക്രമങ്ങൾ അങ്ങ് 5 വർഷം അങ്ങേക്ക് അറിയാമെന്ന് പറഞ്ഞു. എനിക്ക് 25 വർഷം അറിയാവുന്ന ആളാണ്. ഇതാണ് നടപടിക്രമം. അങ്ങ് പരിശോധിച്ചാൽ മതി. ഇതിനു മുമ്പ് ഏത് കാര്യത്തിൽ ലീഗൽ ഒബ്ജക്ഷൻ, ഒരു ബില്ല് പോലും പൈലറ്റ് ചെയ്തിട്ടാണ് ലീഗൽ ഒബ്ജക്ഷൻ. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും വളരെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഡോക്യുമെൻറ്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെൻ്റാണ് ഇതെല്ലാം. ഈ ഡോക്യുമെൻ്റ് ഇവിടെ ഇന്ന് വെച്ചിരിക്കുന്നത് കേരളാസ് ഫിസ്ക്കൽ ഹെൽത്ത് എന്നാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഗവൺമെൻറ് സഭയിൽ വെച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ അറിയണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം എന്താണ് എന്ന്. കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാരായ ആളുകൾ, MLA മാർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഇത് തയ്യാറാക്കുന്ന ആളുകൾ എല്ലാവരും അറിയണം. ബ്യൂറോക്രസി എല്ലാവരും അറിയണം ഇതെന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങൾ മാത്രമാണ്. ഇത് നമുക്കറിയാം. ഇപ്പോൾ CDSൽ പരിശോധിച്ചാൽ CDSൻ്റെ ചെയർമാൻ ഇതിനകത്ത് കമ്മിറ്റി അംഗമാണ്. CDSൽ എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരുടെ സഹകരണം ഞങ്ങൾ തേടിയിട്ടുണ്ട്. അവരുടെ എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്. മാത്രമല്ല എല്ലാ വർഷവും ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. എല്ലാ വർഷത്തെയും ബജറ്റിന്റെ ഡോക്യുമെന്റിൽ, പ്ലാൻ ഡോക്യുമെന്റ്, ഇതൊന്നും ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഡോക്യുമെന്റും ഇതിനകത്തില്ല. എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതിന് ഏറ്റവും വിദഗ്ധരായ 3 പേരുടെ സഹായം ഞങ്ങൾ തേടി. ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, ഡൽഹിയിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന, സംസ്ഥാനത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനായിരുന്ന ശ്രീ KM ചന്ദ്രശേഖർ, ഏറ്റവും പരിണതപ്രജ്ഞനായ ഒരു മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ ഡി നാരായണ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ്, CDSന്റെ ചെയർമാനായ ഡോക്ടർ വീരമണി. മാത്രമല്ല മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക കാര്യ വിദഗ്ധരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ പല നോട്ടുകളും പരിശോധിച്ച് ധനകാര്യ വകുപ്പാണ് അതിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം എന്ന് നമ്മളങ്ങ് വിചാരിക്കണം. നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ, ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി ാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പൂർണ്ണമായി അറിവുള്ള ആളുകളല്ല. ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുകയാണ്, ഒരുപാട് സംഭവവികാസങ്ങൾ ഉണ്ടാകുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. കെട്ടിപ്പൊക്കിയ മിഥ്യകൾ ഒരിക്കലും ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒരു പ്ലാനും തയ്യാറാക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ കുഴിമാന്തുന്ന സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണമെങ്കിൽ വിദഗ്ധ ഉപദേശം വേണം. ആ വിദഗ്ധ ഉപദേശം ഈ സർക്കാർ ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും നേടിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ആ വിദഗ്ധരുടെ സേവനവും അവരുടെ ഉപദേശവും ഈ വൈറ്റ് പേപ്പർ തയ്യാറാക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. അവരോട് നന്ദി പറയാൻ കൂടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. ഇദ്ദേഹം ഉന്നയിച്ചതുപോലുള്ള ഒരുവിധ നമ്മുടെ ഏതെങ്കിലും ഒരു ചട്ടമോ ഒരു നടപടിക്രമമോ ഒന്നും ലംഘിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇത് ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ബേസിക് ഡോക്യുമെന്റായി
മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.